സ്ത്രീകളുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ പല പുരുഷന്മാരെയും അലട്ടാറുള്ള ഒരു പ്രശ്നമാണ് അവരുടെ കണ്ണുകൾ അവരറിയാതെ തന്നെ ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ മുലകളിൽ ചെന്ന് പതിക്കാറുള്ള ഒരു കാര്യം. ഇത് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ യുവതിക്ക് ഉടൻ തന്നെ മനസ്സിലാകും. ചില സാഹചര്യങ്ങളിൽ ആ ഒരു നോട്ടം വളരെ അരോചകരവും അപമാനകരവുമായിട്ട് മാറാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പുരുഷന്മാരുടെ ഈ ഒരു വശംകെട്ട നോട്ടത്തെപ്പറ്റി പല സ്ത്രീകളും സംസാരിക്കാറുമുണ്ട്. എന്നോട് സംസാരിക്കാറുള്ള പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യം, അവരുടെ പ്രശ്നം പുരുഷന്മാർ അവരെ നോക്കുന്നതിലല്ല, മറിച്ച് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതിലാണ്. ഈ രണ്ട് നോട്ടങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസമെന്നും എങ്ങനെ നിങ്ങൾക്കും ഒരു സ്ത്രീയെ അരോചകരമാകാത്ത രീതിയിൽ നോക്കാൻ പറ്റും എന്നുമൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ എടുത്തോ സർജറി ചെയ്തോ എന്ന് നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗ് മാത്രം മതി. പക്ഷേ ഈ ഒരു കഴിവ് കേരളത്തിലെ 99% ഡോക്ടർമാർക്കും ഇപ്പോഴുമില്ല. കാരണം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിലെത്തിക്കാൻ പരമാവധി സഹായിക്കുക. സ്ത്രീകളോട് ലൈംഗിക ആകർഷണം തോന്നുന്ന ഒട്ടുമിക്ക പുരുഷന്മാരെയും ആകർഷിക്കുന്ന രണ്ട് ശരീരഭാഗങ്ങളാണ് ഒരു സ്ത്രീയുടെ മാറിടവും അവരുടെ നിതംബവും, അതായത് പിൻഭാഗവും. ഈ രണ്ട് ശരീരഭാഗങ്ങൾക്കും പരിണാമവുമായിട്ട് നേരിട്ട് ബന്ധവുമുണ്ട്. നമ്മൾ കുറച്ചുനാൾ മുമ്പ് കണ്ട ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളുടെ കസിൻസായ ആഫ്രിക്കൻ കാടുകളിൽ ജീവിക്കുന്ന ചിമ്പൻസികളുടെ നിതംബത്തിൻ്റെ വലിപ്പവും നിറവ്യത്യാസവും ഒക്കെയാണ് ആ ജീവികളുടെ ലൈംഗിക ആകർഷണത്തിലും അതുപോലെ തന്നെ പ്രത്യുൽപാദനത്തിലുമൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പ്രതിഭാസമാണ് മുലകളുടെ കാര്യത്തിൽ മനുഷ്യരിലും സംഭവിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു കുപ്പി ബോട്ടിലിൻ്റെ അകത്ത് മാത്രം പാല് കുടിച്ച് വളർന്ന ഒരു പുരുഷനാണെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ മുലകളോട് ആകർഷണവും കൗതുകവും ഒക്കെ തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം പരിണാമപരമായിട്ട് ഒരു സ്ത്രീയുടെ മുലകൾക്ക് മുലപ്പാലുമായിട്ടും അതിജീവനവുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ് പുരുഷന്മാർക്ക് കാഴ്ചയിലൂടെയാണ് ലൈംഗിക താല്പര്യം ഉണരുന്നത് എന്ന്. ഇത് സത്യത്തിൽ വെറും ഒരു കെട്ടുകഥ മാത്രമാണ്. ഈ കാഴ്ചയിലൂടെ താല്പര്യം ഉണരുന്നത് പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല. എല്ലാ മനുഷ്യരും കാഴ്ചയിലൂടെ തന്നെയാണ് ആകൃഷ്ടരാകുന്നത്. കാരണം നമ്മളുടെ ശരീരത്തിലെ പ്രധാന ഇന്ദ്രിയം എന്ന് പറയുന്നത് കണ്ണുകളാണ്. അതുകൊണ്ടാണ് തിളങ്ങുന്ന വസ്തുക്കൾ, ചലിക്കുന്ന നിറങ്ങൾ, ഷാഡോകൾ തുടങ്ങിയ വസ്തുക്കളിലോട്ടൊക്കെ നമ്മളുടെ ശ്രദ്ധ പെട്ടെന്ന് പോകുന്നത്. ഈ മുലകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഒരു സ്ത്രീയുടെ മാറിടത്തിലോട്ട് നോക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷെ ഇവിടെയാണ് നിങ്ങൾ ആ നോട്ടത്തിലുള്ള വ്യത്യാസത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. ഒരൊറ്റ നോട്ടവും, അതായത് ഇംഗ്ലീഷിൽ ക്വിക്ക് ഗ്ലാൻസ് എന്ന് പറയുന്ന നോട്ടവും സ്റ്റെയറിങ് തുറിച്ചു നോട്ടവും രണ്ടും രണ്ടാണ്. പഠനങ്ങൾ പ്രകാരം പല പുരുഷന്മാരുടെയും കണ്ണുകൾ സ്ത്രീകളുമായിട്ടുള്ള ഒരു സംഭാഷണത്തിനിടയിൽ വളരെ യാന്ത്രികമായിട്ട് അവരുടെ നെഞ്ചിലോട്ട് പോകാറുണ്ട്. ഇത് ബോധപൂർവം നടക്കുന്ന ഒരു പ്രക്രിയയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ മുഖം അവിടെ നിന്ന് തിരിക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ അവിടെ ആ സ്ത്രീക്ക് അത് അരോചകമായിട്ട് മാറത്തുമില്ല. നേരെ മറിച്ച് നിങ്ങൾ അവരുടെ കണ്ണിലോട്ട് നോക്കുന്നതിന് പകരം നെഞ്ചിലോട്ട് മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവർക്ക് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുകയും അവർക്ക് നിങ്ങൾ അവരെ ഒരു ലൈംഗിക ആകർഷണ വസ്തുവായിട്ട് മാത്രം കാണുന്നതായിട്ട് തോന്നിക്കുകയും ഒക്കെ ചെയ്യും. സ്ത്രീകളുടെ ഈ ഒരു കാഴ്ചപ്പാടിന് പിന്നിൽ അവരുടെ കൗമാരപ്രായത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒക്കെ മറ്റുള്ള പുരുഷന്മാരിൽ നിന്ന് നേരിട്ടിട്ടുള്ള തുറിച്ചുനോട്ടങ്ങൾ തന്നെയാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ അവരെ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ ശ്രമിക്കേണ്ടത്, അല്ലാതെ വസ്തുവായിട്ടല്ല. അപ്പോൾ ഇനി സംഭാഷണത്തിനിടെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീയുടെ നെഞ്ചിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് അതിനൊരു പരിഹാരം? നമ്പർ 1, കീപ്പ് ഇറ്റ് ക്ലാസി. നിങ്ങൾ ഒരു തവണയിൽ കൂടുതലോ അല്ലെങ്കിൽ 2 തവണയിൽ കൂടുതലോ ഒക്കെ നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമായാൽ ശ്രദ്ധ തിരിച്ച് അവരുടെ മുഖത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി മുഖത്തോട്ട് നോക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ അവരുടെ ഏതെങ്കിലും ഒരു കണ്ണ് തിരഞ്ഞെടുത്ത് അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇടത്തെ കണ്ണിലോട്ട് നോക്കുന്നത് അടുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ നോക്കുവാൻ എളുപ്പം വലത്തെ കണ്ണാണ്. എന്തു തന്നെയായാലും ഏതെങ്കിലും ഒരു കണ്ണ് തിരഞ്ഞെടുത്ത് അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി അബദ്ധത്തിൽ നോക്കിപ്പോയി എന്നതിനെ ഓർത്ത് നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും നോക്കാതിരുന്നാൽ മതി. ഇനി നമ്പർ 2, സന്ദർഭം പരിഗണിക്കുക. ഇനി നിങ്ങൾ ഒരു പ്രൊഫഷണൽ സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മീറ്റിങ്ങിനിടയിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ വെച്ച് നിങ്ങളുടെ സഹപ്രവർത്തകയുടെയോ ജോലിക്കാരുടെയൊക്കെ നെഞ്ചത്ത് നോക്കുന്നത് തികച്ചും അനുചിതമാണ്. ഇനി അവർ എന്ത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ പോലും അത് നിങ്ങൾക്ക് അവരുടെ നെഞ്ചത്തോട്ട് നോക്കാനുള്ള ഒരു ക്ഷണമല്ല. അപ്പം അവിടെയും വേണ്ടത് നിങ്ങൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നത് വഴി നിങ്ങൾക്ക് ആ സംഭാഷണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും.
ഇനി നിങ്ങളൊരു പ്രൊഫഷണൽ സെറ്റിങ്ങിലല്ല, മറിച്ച് ഒരുമിച്ച് ഒരു പാർട്ടിക്കോ ഡേറ്റിനോ ഒക്കെയാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് നോക്കേണ്ടത്? അവിടെയും അവരുടെ നെഞ്ചത്തോട്ട് നോക്കി അരോചകമാക്കുന്നതിന് പകരം അവരുടെ വസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കിനെ കുറിച്ചോ ഒക്കെ പ്രശംസിക്കുന്നതാണ് കൂടുതൽ ഉചിതം. കാരണം അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ വിലയിരുത്തുന്നത് അവരുടെ ശരീരത്തെയല്ല, മറിച്ച് അവർ സമയം ചിലവഴിച്ചെടുത്ത ഒരു തീരുമാനത്തെയാണ്. ഇത് അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ശരീരഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 3, ശരീരഭാഷ ശ്രദ്ധിക്കുക. ഒരു വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്നാണ് പെരുമാറുന്നതെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് അടുപ്പം തോന്നിക്കുന്ന ഒരു ശരീരഭാഷയുണ്ടാകും. നേരെ മറിച്ച് ആ വ്യക്തി നിങ്ങളുടെ മുൻപിൽ കൈകെട്ടിയാണ് നിൽക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ചാണ് നിൽക്കുന്നതെങ്കിലോ ഒക്കെ അത് നിർത്താനുള്ള ഒരു സൂചനയാണ്. ഇത് ഒരു പൊതു നിയമമാണ്. ഇനി നമ്പർ 4, മോശം കമൻറ്റുകൾ ഒഴിവാക്കുക. സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് പ്രത്യേകിച്ചും പൊതുചടങ്ങുകളിലും ഡേറ്റിങ്ങിനുമൊക്കെ പോകുമ്പോൾ ആകർഷകമായിട്ട് സ്വയം തോന്നിക്കുവാനും മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും വേണ്ടി തന്നെയാണ്. പക്ഷേ എന്നും പറഞ്ഞ് അത് നിങ്ങൾക്ക് അവരോട് എന്തും വായിൽ തോന്നുന്നു വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് കിട്ടി എന്നല്ല. ഉദാഹരണത്തിന്, നല്ല ബ്രസ്റ്റ്, ഇത് ഒറിജിനൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു സ്ത്രീയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അങ്ങനെ ചോദിക്കുന്നവന് ആ ഒരു ബോധമില്ലാത്തത് ഒരു സ്ത്രീ പുരുഷന്റെ സർവ്വ അധികാരമുള്ള വസ്തുവും അടിമയും ചരക്കുമൊക്കെയാണ് എന്ന് ചെറുപ്പം മുതൽ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിൽ ജീവിച്ചു വളരുന്നത് കൊണ്ടും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ തുല്യതയും പരിജ്ഞാനവും ഒന്നും ഉണ്ടാക്കാൻ അനുവദിക്കാത്ത അബ്രഹാമിന്റെ സന്തതികൾ നടത്തുന്ന വിദ്യാഭ്യാസ സംസ്കാരവും ഒക്കെ കാരണമാണ്. അപ്പോൾ അമ്മാതിരി ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വായടച്ച് മിണ്ടാതിരിക്കുക. ഇനി നമ്പർ 5, അവരെ ഒരു വ്യക്തിയായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുരുവോ പാടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ആളുകൾ അതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് കമൻറ്റുകൾ പാസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ നോട്ടത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടാകുന്നത്. ഇനി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ നിങ്ങളുടെ നോട്ടം തെറ്റിപ്പോയെന്ന് തോന്നിയാൽ ആ സംഭാഷണം തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യം നിങ്ങൾ അവരെ ഒരു വ്യക്തിയായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒന്നായിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അവരുടെ ഇഷ്ടങ്ങളെ പറ്റിയും ഹോബികളെ പറ്റിയും ബന്ധങ്ങളിലുള്ള കാഴ്ചപ്പാടിനെ പറ്റിയും ഒക്കെ ചോദിക്കാവുന്നതാണ്. ഏതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഏത് പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അവരുമായിട്ട് വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി നമ്പർ 6, സംസ്കാരം മാറ്റുക. നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലുമോ ഒക്കെ ഒരു സ്ത്രീക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ തിരുത്തുവാൻ ധൈര്യം കാണിക്കുക. ലൈംഗികത എന്ന് പറയുന്നത് ഒരു ശരീരഭാഗം മാത്രമാണ് എന്നുള്ള ചിന്തയിൽ നിന്നും മാറി ചിന്തിക്കാൻ ശ്രമിക്കുക. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മാറിടത്തോട് തോന്നുന്ന ഒരു ആകർഷണം തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു ആകർഷണം നിങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എത്ര മനോഹരമായിട്ടുള്ള ബ്രസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും പൂർണ്ണ വ്യക്തികളാണെന്നും വെറും ശരീരഭാഗങ്ങൾ മാത്രമല്ല എന്നും ഓർക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.